ആർത്തുപാടിയ ആ സത്വാർത്ത എന്ന് പറയുമ്പോൾ ഭയത്തിൽ ഇരുന്ന ജനത്തെ, ആ ജനത്തോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. ഈ ക്രിസ്മസ് ഈവിന് നമുക്ക് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന വിഷയം ജോയ് ടു ദ വേൾഡ്, ലോകത്തിന് സന്തോഷം. ജോയ് ടു ദ വേൾഡ്. അപ്പോൾ ലോകത്തിന് സന്തോഷം എന്നത് യേശുക്രിസ്തുവിലൂടെ സാധ്യമായ പ്രവൃത്തിയാണ്. അസമാധാനത്തിലായിരുന്ന മാനവ ജനതയെ സമാധാനത്തിന്റെ അനുഭവത്തിൽ ക്രിസ്തുവാകുന്ന സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ ആ ഒരു അനുഭവത്തിലേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുജനനം ഇടയായി എന്നതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് പാപത്തിന്റെ വലയത്തിൽ നിന്നും മുക്തമായ ലോകത്തിന് ക്രിസ്തുവിലൂടെ രക്ഷയും സത്യവും കൃപയും പ്രത്യാശയും പ്രദാനം ചെയ്യുന്ന ആ ഒരു അനുഭവമാണ് ഇവിടെ സാധ്യമാകുന്നത് എന്ന് നാം ഓർക്കുക. അപ്പോൾ ഈ സന്തോഷം എല്ലാവരിലേക്കും എത്തുക എന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ലഭ്യമായ സന്തോഷം നമുക്ക് മാത്രമുള്ളതല്ല. ഇവിടെ നമുക്ക് വെളിച്ചം ലഭിക്കുന്നു. ഈ വെളിച്ചം നമുക്ക് മാത്രമുള്ളതല്ല, ഇത് മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മെ തേടി വന്നു. ആ വെളിച്ചം, ആ സന്തോഷം എനിക്ക് മാത്രമല്ല, എന്നോടൊപ്പമായിരിക്കുന്നവർക്കും ഞാൻ അറിയാത്തവർക്കും ആ സന്തോഷം ലഭിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സന്തോഷവും സമാധാനവും ദൈവം നൽകുന്ന ജീവിതാനുഗ്രഹമാണ് എന്ന് നാം ഓർക്കണം. അതായത് നമുക്ക് സന്തോഷത്തോടു കൂടി ഇന്ന് ഈ ദൈവാലയത്തിൽ എത്തിക്കുവാനായിട്ട് കഴിയുന്നത് ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഭാഗമാണ് എന്ന് നാം ഓർക്കുക. നമ്മെ പോലെ ശേഷിയുണ്ടായിരുന്ന അനേകർക്ക് ഈ സന്തോഷത്തിന്റെ ഭാഗമാകുവാൻ, ഇപ്രകാരം ഒരു കൂട്ടായ്മ അനുഭവിക്കുവാനായിട്ട് കഴിയാതെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം, മറ്റു മാനസിക സംഘർഷങ്ങൾ കാരണം, തൊഴിൽപരമായ തിരക്കുകൾ കാരണം അവർക്ക് കഴിയുന്നില്ല. എന്നാൽ നമുക്ക് ഈ ക്രിസ്മസ് ഈവിൽ ഒരുമിച്ച് വരുവാൻ, ക്രിസ്തുവിന്റെ ആ ഒരു സ്നേഹത്തെ ഉൾക്കൊള്ളുവാനായിട്ട് ഇതൊരു സന്തോഷത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു സന്തോഷത്തിന്റെ അനുഭവമായി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ദൈവിക അവബോധത്തിൽ ഊന്നിയ ഒരു സന്തോഷമാണ് തിരുപ്പിറവിയിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ സന്തോഷം എന്ന് പറയുമ്പോൾ വെറും നന്ദി പ്രകടനം മാത്രമല്ല, വെറും നന്ദി സൂചകമായ വാക്കുകൾ അവിടെ പറയുന്നത് അല്ല, അത് എപ്പോഴും ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന അനുഭവമാണ്. മറ്റുള്ളവർ നമ്മോട് ചോദിക്കും, എങ്ങനെയുണ്ട്, ഹൗ ആർ യു? അപ്പോൾ നമ്മളെന്ത് പറയും? ഫൈൻ, ഓക്കെ. എന്നാൽ ഇപ്രകാരം റിപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഉള്ളിൽ പലപ്പോഴും പിടയ്ക്കുന്ന അനുഭവത്തിലാണ്. മാനസിക സംഘർഷം കൊണ്ട് വീർപ്പുമുട്ടുന്ന അനുഭവത്തിൽ ആയിരുന്നാലും നമ്മൾ റിപ്ലൈ ചെയ്യും, ഫൈൻ. അവിടെ ഒരു ആക്ട് ചെയ്യുന്ന അനുഭവം. എന്നാൽ ഇവിടെ ദൈവിക അവബോധത്തിൽ ഊന്നിയ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവം നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് ശാശ്വതമായിട്ടുള്ള സന്തോഷമാണ് എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. നാം ഇതോടെ പാഠമായി വായിച്ചു കേട്ട 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവ്വദേവന്മാരിലും ഭയങ്കരനുമല്ലോ എന്നാണ് യഹോവയായിരിക്കുന്ന ദൈവത്തെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു അവബോധമാണ് യഹോവ വലിയവൻ, അത്യന്തം സ്തുത്യനാണ്, സർവ്വദേവന്മാരിലും അതിഭയങ്കരൻ. ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടുന്ന 3 കാര്യങ്ങളാണ്. യഹോവ വലിയവൻ.
അത്യന്തം സ്തുതിക്കുക. അത്യന്തം സ്തുതിക്കുക എന്ന് പറയുമ്പോൾ സ്തുതിയുടെ അങ്ങേറ്റം എത്തുന്ന ആ ഒരു അവസ്ഥ, അതായത് സന്തോഷത്തിന്റെ ആ ഒരു പാരമ്യത്തിലേക്ക് എത്തുന്ന ആ ഒരു അനുഭവത്തിൽ നമ്മെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് യഹോവ വലിയവൻ. അതായത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ഒരു ദൈവം എന്നുള്ള ആ ഒരു ചിന്ത. സർവ്വദേവന്മാരിലും അതിഭയങ്കരൻ, സർവ്വദേവന്മാരിലും അതിഭയങ്കരനായിരിക്കുന്ന ദൈവം. ഈ ദൈവത്തിന്റെ പരമാധികാരവും വിശ്വസ്തതയും തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ദൈവം പരമാധികാരിയാണ്, ഭയങ്കരനാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ പരമാധികാരിയായിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത്. ആ ഒരു സന്തോഷത്തിന്റെ അനുഭവമാണ് ഇന്ന് നമ്മെ ദൈവാലയത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നാം ഓർക്കുക. അതുപോലെ യഥാർത്ഥമായ സന്തോഷം എന്നത് ക്ഷണികമായ ഒരു വികാരമല്ല, അത് ജീവിതത്തിന്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തിൽ വേരൂന്നിയ അനുഭവമാണ്. സന്തോഷം പെട്ടെന്നുണ്ടാകുന്ന ഒരു അവസ്ഥ അല്ല, അത് ജീവിതത്തിൽ മാറ്റമില്ലാത്തൊരു അനുഭവം. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു മാറ്റമില്ലാത്ത ആ ഒരു സന്തോഷ അനുഭവമാണ് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും അതിന്റെ 29-ാമത്തെ വാക്യം, 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ, കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവിൻ, വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട്